എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബുദ്ധ പൗർണമിയാണ്. എപ്പോഴും ആധ്യാത്മികതയിൽ പൗർണമിക്ക് വളരെയേറെ സ്വാധീനമുണ്ട്. ഗുരു പൗർണമിയും ബുദ്ധ പൗർണമി ഒരു വ്യക്തിക്ക് പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ള കർമ്മ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു അഴിവ് കിട്ടുകയും വിവേകം സംഭവിക്കുന്ന ദിനവുമാണ്. അദ്ദേഹത്തിന് 3 കാര്യങ്ങളാണ് ജീവിതത്തിൽ ജീവന്റെ അർത്ഥത്തെ, ഇതൊരു പ്രാണനാണ് മനസ്സിലാക്കാൻ വഴിയൊരുക്കിയത്. ബുദ്ധൻ ഒരു മരണത്തെ കണ്ടു, ഒരു വൃദ്ധനെ കണ്ടു, അതേപോലെ തന്നെ ഒരു രോഗിയെ കണ്ടു. ഇത് 3 കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ജീവന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവും ഒരു വിവേകവും സംഭവിച്ചു. നമ്മളിൽ പലർക്കും പ്രഭാത സൂര്യനെയോ പൗർണമിയോ അമാവാസിയോ ഇതിൻ്റെ ഒന്നും സാധ്യതയെ കാണുന്നില്ല. നമുക്കൊരു വിവേകവും നമുക്കറിയില്ല. നമ്മൾ ശ്വസിക്കുന്ന വായുവോ, നമ്മൾ കുടിക്കുന്ന ജലമോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ ഇതായി തീരുവാണ് നമ്മളെന്നുള്ളത്. ഇത് നമ്മളിൽ വരുത്തുന്ന സ്വാധീനത്തെ നമ്മൾ അറിയുന്നില്ല. പൗർണമി ഒരു തിരിച്ചറിവാണ്. ചന്ദ്രൻ നമ്മുടെ ബന്ധനങ്ങളെല്ലാം മുറിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. അന്ന് നമുക്ക് തിരിച്ചറിവ് സംഭവിക്കും. ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവിനെ മറ്റുള്ളവർക്ക് വെളിപാടായി നൽകിയത് സൃഷ്ടി ഒരു ശൂന്യമാണ്. ആ ശൂന്യം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അതിന് പ്രത്യേകിച്ചൊരു അർത്ഥം നമുക്ക് നൽകാൻ പറ്റില്ല. അതായി നമുക്ക് ചേരാനേ പറ്റുള്ളൂ. ഈ നിമിഷം നമ്മളൊരു ശാന്തി അനുഭവിച്ചാൽ നമുക്കറിയാൻ പറ്റും എന്താണ് ഇതിൻ്റെ ഗുണമെന്നുള്ളത്. നമ്മളതായി ചേർന്നിരിക്കാനേ പറ്റുള്ളൂ. മനസ്സ് അവിടെ ഇല്ല. മനസ്സ് വെറും ഈ മനസ്സും ശരീരത്തിൻ്റെ അപ്പുറത്തേക്കും നാം ജീവിക്കുന്ന ഒന്നാണ്. അതാണ് സർവ്വത്വം നിറഞ്ഞു നിൽക്കുന്നത്. ബുദ്ധൻ്റെ മാർഗം ഏറ്റവും ശ്രേഷ്ഠതയേറിയതാണ് എപ്പോഴും ഞാൻ പറയും. അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം ധ്യാനിക്കാനിരിക്കുക എന്ന്. എല്ലാത്തിനോടൊപ്പം ഇരുന്നുകൊണ്ടല്ല. എന്ന് വെച്ചാൽ ധ്യാനം ഇന്ന് ഈ പൗർണമി ദിവസം ഇതിൻ്റെ സാധ്യതയെ നമ്മൾ നമ്മുടെ ഭക്ഷണശൈലിയിലും നമ്മൾ നമ്മുടെ ചില സ്പിരിച്വൽ സാധനകളിലൂടെ നമ്മൾ കടന്നുപോയാൽ ഈ പൗർണമിയിൽ നമ്മൾ വെറുതെ കണ്ണടച്ചിരുന്നാലും ഇങ്ങനെ ഇരുന്ന് നമ്മൾ ചുറ്റും അത്രത്തോളം ഊർജമാണ്. ധ്യാനം നമ്മളെ കൊണ്ട് ആ തലത്തിലേക്ക്, ആ ശൂന്യതയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സൃഷ്ടി ഒരു ഉയർന്ന സാധ്യതയുടെ ബോധ്യമാണ്. അത് നമുക്ക് അനുഭവിക്കാനായിട്ടുള്ള എല്ലാ അവസരവും ആ മായയിൽ സ്വപ്നം കണ്ടുറങ്ങുന്ന ആൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ബോധത്തെ നാം അറിയാനുള്ള പരിശ്രമമാണ് എല്ലാ പൗർണമിയും. ഒരു ദിവസം പൗർണമിയിൽ നമുക്ക് എല്ലാ സാധ്യതയും ഉദിച്ചു വരും. പൗർണമിയിൽ ഉയർന്ന ഗ്രഹണമാണ്. അന്ന് നമ്മളെ അലട്ടുന്ന മനസ്സിൻ്റെ പ്രനാനുബന്ധനങ്ങൾ ഒന്നും തന്നെ വരില്ല. നമുക്ക് വളരെ വ്യക്തതയോടുകൂടി നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കതിനെ അറിയാൻ സാധിക്കും. നിങ്ങൾ നോക്കണം, മനസ്സിൽ ഒരു കാര്യം കേൾക്കുമ്പോൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളോട് കേൾക്കുമ്പോൾ മറു ചോദ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രാരാബ്ധമാണ്. ആ ചിന്ത നമ്മളിൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഉയർന്ന മാനത്തിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ, ആ കണക്ഷനിൽ നമ്മളെപ്പോഴും നിന്നാൽ നമ്മുടെ മനസ്സ് ഇതുമായി ചേർന്ന് നിൽക്കും. ആ ചേർച്ച, പ്രാണൻ്റെ ഉയർന്ന ഒരവസ്ഥ, അത് ശൂന്യമാണ്. അത് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളാണ് ശാന്തിയും ആനന്ദവും ഒക്കെ തന്നെ. അതൊരു ബോധമാണ്. ജീവൻ ഈ നിമിഷത്തിൽ ജീവിച്ചാൽ ജീവിക്കുന്നെന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റേതെല്ലാം തന്നെ മരണതുല്യമായ ജീവിതമാണ്. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ശരീരം പോകുമ്പം അവർ മരണപ്പെട്ടെന്ന് പറയുന്നത്, ജീവിക്കുമ്പോഴും മരിച്ചായിരിക്കുന്നത്. മരണം നമ്മൾ എന്നാണോ നമ്മൾ ആ തിരിച്ചറിവില്ലാതെ അലയുന്നത്, അലയുന്ന ആത്മാക്കളാണല്ല. അതുകൊണ്ട് ബോധത്തെ ഉണർത്തണം. അതിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിൽ നമ്മൾ എത്തിയാലാണ് നമുക്ക് ആ ഒരു എൻലൈറ്റ്മെൻറ്റ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുകയും അതിൽ അലിഞ്ഞു ചേരാനും പറ്റുള്ളൂ. ഒരു തവണ നമ്മൾ അതിൽ അനുഭവിച്ചാൽ വീണ്ടും നമ്മളൊരു റീബർത്തിനേക്കുള്ള കർമ്മങ്ങളൊന്നും ചെയ്തു കൂട്ടില്ല. നമ്മൾ ഗുരുകൃപയിൽ ആ പാദങ്ങളിൽ അർപ്പിച്ചു പോത്തതേ ഉള്ളൂ നമ്മൾ ഉയർന്ന സാധ്യതയിലേക്ക്. നമസ്കാരം.